അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കും ഇപ്പോൾ ഷെറീൻ അങ്ങോട്ട് വന്നത്? എന്തിനാവോ? എന്തായാലും പഠിച്ചോനെ, ആ സമീറാനെ കഷ്ടപ്പെടുത്താൻ ഞാൻ മതിയായിരുന്നു. ഓളിവിടെ നിന്നോട്ടെ, അതിനിപ്പോൾ എന്താ? ശരിയാണ്, ഓളെ നാത്തൂനൊക്കെ തന്നെ. നാത്തൂമാരൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല മട്ടത്തിൽ നിന്നെങ്കിലല്ലേ നാത്തൂമാർക്കും നിൽക്കാൻ കഴിയുള്ളൂ. എന്തായാലും എന്തൊക്കെ നിൽക്കണോടത്തോളം നിന്നോട്ടെ. പാവം സമീറ ഇപ്പം തന്നെ 2 ദിവസം കൊണ്ട് തന്നെ മരുന്നൊക്കെ കുടിച്ചപ്പോൾ എന്തൊക്കെയോ ഉള്ള ശരീരത്തിലൊരു മാറ്റങ്ങളൊക്കെ വരുന്ന പോലെയുണ്ട്. കുറേ ഇങ്ങോട്ട് ആ കൗത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങോട്ട് ഇറുകി പിടിച്ച് നിൽക്കണ ആ ഒരു തടിയും അതുപോലെ ആ സൈഡിലുള്ള ഒരു കൊഴുപ്പൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞ് കുറച്ചൊരു മാറ്റം വരുന്ന പോലെ ഉണ്ടേനും. മോളെ സമീറ, ആ ഉമ്മ, മോളെ 2 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരുന്നുണ്ടല്ലോ. ഇജാ വെയിറ്റ് ഒന്ന് നോക്കേണ്ടിട്ടോ. വെയിറ്റ് നമുക്ക് നല്ലോണം കുറച്ചെടുക്കണം എന്ന് കരുതി പറ്റ അങ്ങോട്ട് മെലിയാന്നല്ല. പറ്റ മെലിഞ്ഞാൽ കാണാൻ ഒരു കോലും ഉണ്ടാവില്ല. JCBൻ്റെ ടയർ കാറ്റ് വെച്ച പോലെ ഉണ്ടാവും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ തടിയുള്ളൊരു മെലിഞ്ഞാൽ. എന്നാലോ പെണ്ണുങ്ങളാവുമ്പോൾ ആവശ്യത്തിനൊരു തടിയൊക്കെ മാണേനും. പറ്റ അങ്ങോട്ട് ഇല്ലിക്കോലാണ് രസമില്ല. പെണ്ണുങ്ങളാവുമ്പോൾ ആവശ്യത്തിന് പോലെ ശരീരത്തിൽ കുറച്ച് കാണാൻ മാത്രം ഉണ്ടെങ്കിൽ തന്നെ അത് കാണാൻ ഒരു രസമുള്ളൂ. പറ്റേ ഇങ്ങോട്ട് സ്ലിം ബ്യൂട്ടി എന്നുള്ള പേരിൽ മെലിഞ്ഞൊട്ടി കൗത്തിൻ്റെ അവിടെ ഒരു എല്ലുണ്ട്, അതിന് എന്താ ബ്യൂട്ടി ബോൺ പറഞ്ഞൊരു പേരൊക്കെ വെച്ചുകാണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഇടുന്നുണ്ട്. അതല്ല രസം, കുറച്ചൊക്കെ ഒരു കാണാൻ മാത്രം ഇത് വേണം എന്ന് കരുതി പറ്റ മെലിയല്ല കേട്ടോ. ഭക്ഷണം ഒന്നും വല്ലാതെ കുറക്കണ്ട, ഡോക്ടർ പറഞ്ഞില്ല എന്നോട്. ഉമ്മ, അത് എനിക്ക് തന്നെ തടിക്കൊരു അയവ് ഇങ്ങനെ തോന്നും. മോളെ, അതിനുള്ള മെഡിസിനാണ് ചെല്ലുമ്പോൾ ഒക്കെ അങ്ങോട്ട് റെഡിയായി വരും. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ എന്തൊക്കെയോ ഒരു മാറ്റം വന്നേ പോലെ ഉണ്ട്. ഭക്ഷണം ഫ്രൂട്ട്സ് നല്ലോണം കഴിച്ചോണ്ടിട്ടോ. സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ ആ ഒരു മനസ്സിൽ എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. എന്നാൽ ഈ സമയം ഐഷുമ്മയുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താവും, എന്തായാലും ഡോക്ടർ കാണിക്കാഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ അസുഖം തുടങ്ങിയിട്ട് പോവുമായിരിക്കും നല്ലത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഐഷുമ്മക്ക് വല്ലാത്തൊരു ആഗ്രഹം. പഠിച്ചോനെ, എൻ്റെ ഷമ്മാസിനെയും ഒക്കെ ഞാൻ പ്രസവിച്ച് കിടക്കണതിൻ്റെ 1-2 ആഴ്ച മുമ്പ് റുക്കിയാത്ത വരുമായിരുന്നു. റുക്കിയാത്ത വെച്ചാൽ ഇവിടുത്തെ ഒസ്താത്തിത്താത്ത. അത് വന്ന് ഇടയ്ക്കൊരു പരിശോധനയൊക്കെ നടക്കും. അന്നൊന്നും ഇപ്പോൾ ഇങ്ങനെ ആശുപത്രിക്ക് മണ്ടൂലല്ലോ. ആ മണ്ടണോലും ഉണ്ട്, എന്നാലും അത് നോക്കിയാൽ എല്ലാം ഇങ്ങോട്ട് പറയും. നുസീബയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാലിനൊരു നീരുണ്ട്, ഒരു കുളത്തിപ്പൊടിയൊക്കെ വരുന്നുണ്ട്. പഠിച്ചോനെ, എന്തൊക്കെയാവോ. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കുട്ടിയൊന്നുണ്ട് കിട്ടിയെങ്കിൽ എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. നുസിയെ, ഉമ്മാൻ്റെ കുട്ടിയെ, ഉമ്മ മെല്ലെ എങ്ങനെ നടന്നോളിട്ടോ. മെല്ലെ എങ്ങനെ നടന്നാൽ തന്നെ മതി. ഉമ്മ, ഞാൻ നല്ലോണം ഒന്ന് കുമ്പിട്ട് മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് നല്ലോണം തുടക്കുകയൊക്കെ ചെയ്യട്ടെ. നല്ലോണം ഉമ്മ, ഇനി വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ട. പിന്നെ സമീറത്താൻ്റെ ഇത് കൊടുക്കും വേണ്ട, ഞാൻ നല്ലോണം തിരുമ്പട്ടെ. എൻ്റെ പൊന്നും മോളെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും റെസ്റ്റ് 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 പറഞ്ഞാണ്ട് അതങ്ങോട്ട് പാത്തക്കും. എവിടെ പഠിച്ചോൻ വിചാരിച്ചാലല്ലേ അത് ഇതാവുള്ളൂ. മറ്റേതിപ്പോൾ നമ്മൾ എത്ര റെസ്റ്റ് എടുത്ത് കുത്തനെ കിടന്നാലും എന്തൊക്കെ തന്നെ ആക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അള്ളാഹു ആ കുഞ്ഞിനെ സുരക്ഷിതമായി നൽകാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നൽകും. ഞാനൊക്കെ എൻ്റെ പള്ളിയിലുള്ള പ്രായത്തിൽ പണിക്കാരത്തികളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞു, മോളുവോ ആ ഒരു നെല്ലാണ്ട് കുത്തിക്കൂട്, ഉരലിക്ക് നെല്ല് അങ്ങനെ ഇട്ടുതരും. അതേപോലെ തന്നെ നല്ലോണം കുമ്പിട്ട് മിറ്റടിച്ച് വരാൻ വേണ്ടിക്കാണ്ട് ചെറിയ ചൂര് തരും. പള്ളം ഇങ്ങോട്ട് തടഞ്ഞിട്ട് കുമ്പിടാൻ കഴിയൂല, എന്നാലും ആയിക്കോട് നല്ല തിരുമ്പാനുള്ളത് കൊടുന്നിട്ട് തരും. അതിപ്പോൾ ഒന്ന് പണിക്കാരത്തിയാളിലേറ്റൊന്നല്ല, ഇതിങ്ങനെ ശരീരം ഇങ്ങോട്ട് അയ്യുമ്പോഴേ അങ്ങനെ ആകുമ്പോഴാണ് പ്രസവം എളുപ്പം. ഇപ്പോൾ പിന്നെ എക്സസൈസും കാര്യങ്ങളല്ലേ. അന്ന് എക്സസൈസ് അല്ല, അന്ന് തന്നെ നെല്ല് കുത്തലും ഇടിച്ചലും വാരലും വള്ളം കോരലും നല്ലോണം അങ്ങനെ അങ്ങനെ നാങ്ങി ഒങ്ങി തിരുമ്പലും അങ്ങനെ കയറി ഇറങ്ങലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞേക്കാം ഓൾക്ക് സുഖല്യം പോലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഐഷു പെറ്റക്കണ്. അതിന് നമ്മളെ സ്ഥിതി. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നല്ലല്ലോ, മാസം മാസം ഇതിങ്ങനെ ആശുപത്രിക്ക് പോവുക, മരുന്ന് ഇങ്ങനെ ലോഡ് കണക്കിന് കുടിച്ചുക. അന്നൊക്കെ പല സാധനവും ചക്ക കൂട്ടാനായിട്ടും ചേമ്പും കൂട്ടാനായിട്ടും പൂളക്കൂട്ടാനായിട്ടും അങ്ങനെ പലതും കൂട്ടാനൊക്കെ അതിന് വെച്ചങ്ങനെ തിന്നിൻ്റെത്. എന്നിട്ട് നല്ലോ അങ്ങനെ പണിയെടുത്താലേ നല്ല എളുപ്പത്തിലാണ് പ്രസവം ഉണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിച്ചാണ് ആ റുക്കിയാത്താൻ്റെ കാര്യം. ഓലിപ്പോൾ എവിടെ നാവോള് കാണാൻ പൂതിയേക്കണം, നല്ല ഇടക്കൊന്ന് വരും. ഇനി എവിടെയെങ്കിലൊക്കെ മുടിയാഴ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വണ്ടി വരും ചെയ്യും. എന്നാൽ 2 തേങ്ങയും കുറച്ച് അരിയും കുറച്ച് പൈസയും കൊടുത്താൽ ഓൾക്കൊരു തൃപ്തിയാണ്.
നമ്പർ ഉണ്ടാ ഒന്ന് വിളിച്ചു നോക്കേനും. അങ്ങനെ അതാ ഐഷുമ്മ തൻ്റെ ഫോണിൽ നോക്കുന്നു. ആ, റുക്കിയാത്ത ഉണ്ട്. ഓ എൻ്റെ റബ്ബേ, സമാധാനമായി. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പഠിച്ചോനെ, അത് എന്നത്തെ നമ്പറാന്നാവ്. ഏതോ ഒരു കുറി ഞാൻ സാജിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അതാക്കി വെച്ചതേനു. വല്ലാത്തൊരു പുതുമ. ഇനിയിപ്പോൾ കിട്ടാഞ്ഞിപ്പോൾ എന്താ വഴി? ഞാൻ അങ്ങനെ വിചാരിച്ചു ഓളൊന്ന് ഇത് വഴി ഒന്ന് റുക്കിയാത്തൊന്ന് വന്നെങ്കിൽ എന്ന്. കാരണം എല്ലാം പറഞ്ഞു തരും. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു നേരത്ത് നീര് പോവാൻ എന്തിനൊക്കെ ഓരോ മരുന്ന് പറിച്ചു കൊടുന്നിരുന്നു. ഇത് കഷായം വെച്ചാണ് കുടിച്ചുകൂടി നീരൊക്കെ പോയി സുഖപ്രസവമാവെന്ന് പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഉപകാരം ചെയ്തിരുന്നു. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇപ്പോൾ കാണാനും ഇല്ല. ഇനിയിപ്പോൾ എന്തേ അസുഖം ഇക്കണമെന്നാവും. ഷാമോനോടൊന്ന് ചോദിച്ചഞ്ഞ് പോലെ കുടുംബക്കാരെ നമ്പറെങ്കിലും ഒന്ന് കിട്ടിയാൽ. അപ്പോൾ തന്നെ ഉമ്മ ഷാമോനെ വിളിക്കുന്നു. മോനെ. ആ, എന്തുമോ? എന്തേ? അല്ല ഒന്നുമില്ല മോനെ, ആ റുക്കിയാത്താൻ്റെ നമ്പർ. ഉമ്മ, അതിൻ്റെ മോൻ്റെ നമ്പർ എൻ്റെ അടുത്തിട്ട് റുക്കിയാത്താൻ എൻ്റെ അടുത്തില്ല. എന്നാ മോനൊന്നും കാട്ടിക്കാണി. അപ്പോൾ തന്നെ അത് റുക്കിയാത്താൻ്റെ മകൻ്റെ നമ്പർ വിട്ടുകൊടുക്കുന്നു. സന്തോഷമായി. അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് ഐഷുമ്മ വിളിക്കുന്നു. ഹലോ. ആ കുട്ടിയെ, ഇത് ഐഷുമ്മയാണ്, പുത്തൻ വീട് തറവാട്ടത്തെ. ആ, എന്തൊക്കെയാ ഐഷുമ്മ, കുറേ ആയല്ലോ കണ്ടിട്ട്. ആ പൊന്നു മോനെ, ഉമ്മാൻ്റെ നമ്പറൊന്ന്. അല്ല, ഇമ്മാൻ്റെ വർത്താനം എന്താ? ആ, അമ്മ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആ, എവിടെയെങ്കിലും മുടി കളയാനും കുട്ടീനെ കുളിപ്പിക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ പോകും. ആ പൊന്നു മോനെ, ഉമ്മാൻ്റെ നമ്പറൊന്ന് വിട്ടാട്ടിക്കാണി കുട്ടി. ആ, അതത് എപ്പോൾ വിട്ടുതരാം. അപ്പോൾ തന്നെ അതാ നമ്പറിലേക്ക് വിട്ടുകൊടുക്കുന്നു ഐഷുമ്മയുടെ. റുക്കിയ. അപ്പോൾ തന്നെ ഉമ്മ അത് സേവ് ചെയ്തു. ഓ എൻ്റെ പൊന്നാര റുക്കിയ. ഹലോ. അപ്പോൾ തന്നെ റുക്കിയാത്തയുടെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. ഹലോ, ആരാണത്? എൻ്റെ പൊന്നാര എന്ന് റുക്കിയ, ജവിടെ എൻ്റെ കൂറ്റായിട്ട് എനിക്ക് മനസ്സിലായിക്കണാ? ഇത് ഐഷുമ്മല്ലേ? എൻ്റെ പൊന്നാര പെണ്ണ്, എത്ര കാലമായി കണ്ടിട്ട്. ആ, നമ്മളെന്നെങ്കിൽ ഇപ്പോൾ പറ്റൂലല്ലോ. എല്ലാവരും ആശുപത്രിക്കാരായില്ലേ? ആശുപത്രിക്കാരായപ്പോൾ നമ്മളെ വേണ്ട. മറ്റേത് മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ചെക്കിങ്ങിന് വന്നിൻ്റെ. ഇതിപ്പോൾ പൊന്നാരൻ്റെ റുക്കിയ, ഇജൊന്നും ഇങ്ങോട്ട് വന്നാളാ. ആ, ഞാൻ അറിഞ്ഞേക്കണ് ഉള്ളതൊക്കെ. ഏതായാലും പെറ്റാ, എന്താ വർത്താനം? എനിക്ക് കുളിപ്പിച്ചാൻ വിളിച്ചേക്കാരം. അല്ലടി, പെറ്റിട്ടൊന്നുമില്ല, കുളിപ്പിച്ചാൻ വിളിച്ചുവല്ല. ഇജൊന്ന് വന്നാ ആയിക്കോട്ടെ, നമ്മളൊക്കെ പറ്റു വെക്കില്ലേ. റുക്കിയാത്ത വരിക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം. തൻ്റെ പ്രസവങ്ങളും കാര്യങ്ങളെല്ലാം ഉമ്മ ഓർത്തു. അതെ, കുട്ടിനെ കുളിപ്പിക്കലും ഒക്കെ അവരെന്നേനു. ഇവിടെ സാധാരണ പെരുന്നാത്താളൊക്കെയാണ്, പക്ഷേ ഇവിടെ ഉപ്പാക്കും പറ്റായിട്ട് അതിനെ കൊണ്ട് തന്നെ കുളിപ്പിക്കും. അങ്ങനെയായിരുന്നു. എന്തൊക്കെ തന്നെയാലും അതാ റുക്കിയാത്ത കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. പുത്തൻ വീട് തറവാട് കണ്ട്. ഓ, കുറേ പേരെ മാറ്റങ്ങൾ വരുത്തിക്കണം. ഇപ്പം നമ്മളെ മാണ്ടല്ലോ. ഐഷുവോ? ആ, വന്നാ മോളെ? ഒന്ന് പോയെന്നൊക്കെ സമീറ അപ്പോൾ തന്നെ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആ, കയറിക്കോളി താത്തെ. ഉമ്മ, നിങ്ങൾ എവിടെ ഐഷു? അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. എൻ്റെ പൊന്നാര പെണ്ണേ, ഏത് കാലം കണ്ടതാണ്. ഉമ്മയും റുക്കിയാത്തയും കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു. ഓ, നമ്മളൊക്കെ ഇജ്ജ് വിളിച്ചോ? എനിക്ക് ഉറപ്പുണ്ടേന്ന് പുത്തൻ വീട് തറവാട്ടത്തെ മരുവോള് പെറ്റെടുക്കാനേക്കണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട്. എനിക്കറിയാനോ ഇജ്ജ് വിളിച്ചു എന്നുള്ളത്. എന്നാലും ഞാനിപ്പോൾ വിളിച്ചട്ടെ എന്ന് വിചാരിച്ചു കാണ്ടേ. നമ്പറൊന്നും ഇല്ലല്ലോ, ഏതോ കാലത്തെ നമ്പറേനു. എൻ്റെ നമ്പറൊക്കെ ഇജ്ജ് മാറ്റില്ല, അതൊക്കെ മാറ്റി ഇപ്പം വേറെ പുതിയതാണ്. ആ, എന്തായാലും കിട്ടിയല്ലോ. എവിടെ എൻ്റെ മരുവോള്? നുസി നിസ്കരിക്കുകയായിരുന്നു. ആ, ഓൾ നിസ്കരിക്കണം കേട്ടാ. ഇരിക്കി മോളെ സെമിയെ. അപ്പോഴേക്കും റുക്കിയാത്താക്കുള്ള ചായയും കടിയുമെല്ലാം സെമി ഉണ്ടാക്കുവാൻ വേണ്ടി പോയി. നിസ്കാരം കഴിഞ്ഞ് അവൾ ഉമ്മ. മാഷാ അല്ലാ, അമ്മ ടേക്കണല്ലേ. നുസേബയെ കണ്ടപ്പോൾ തന്നെ അതാ റുക്കിയാത്ത പറയുന്നു. മോളെ നുസിയെ, ഞങ്ങളെ ഡോക്ടറാണിത്. ഞങ്ങളെല്ലാ കാര്യം, എൻ്റെ എല്ലാ പ്രസവവും കാര്യങ്ങളും ഒക്കെ, പിന്നെ അങ്ങോട്ടും കൂടെ നിൽക്കേനു ഒക്കത്തിനും ഈ ഡോക്ടർ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പഴയ ഡോക്ടറാണ്.
ഞാൻ ചെറുപ്പം മുതൽ തന്നെ കുട്ടിയെ ഇതിന് നടക്കുന്നല്ലേ എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം. പിന്നെ അതെൻ്റെ ശീലായി. കുറേയൊക്കെ പഠിച്ചാനും ഇതൊക്കെ പൊയ്ക്കണ്. ഡോക്ടർമാരെടുക്കണ പണി തന്നെ ഓളും എടുത്തിൻ്റെത്. കുട്ടിയെ എന്തൊക്കെ വർത്താനടി? അൽഹംദുലില്ലാ സുഖമാണ്. ഇജ്ജ് എന്നെ കണ്ടിക്കണോ? ഞാൻ ഇല്ല, കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊന്നും എന്നെ അറിയില്ലല്ലോ. അതിന് ഇവളെന്നെ വിളിക്കൂലല്ലോ. പ്രസവം കാര്യത്തിനൊക്കെ ആശുപത്രിക്ക് ഉണ്ടല്ലേ. അതിന് എൻ്റെ പൊന്നാരെ ഇനിയിപ്പോൾ മറ്റോളതൊക്കെ അവിടെ ഗൾഫിൽ കഴിഞ്ഞ്, പിന്നെ എൻ്റെ മോളുടെ ആണെങ്കിൽ അവിടെ കെട്ടിയോനെ പിന്നെ അവിടെ കാട്ടണം. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മളിപ്പോൾ ഏതായാലും എന്നെ വിളിച്ചാൻ തോന്നില്ല എനിക്ക്. മോളെ നുസിയെ, റുക്കിയാത്താനോട് എന്തെങ്കിലും ചോദിക്കാനും പറയണ്ടേ ചോദിച്ചോ. രണ്ടാളും ഡോക്ടർമാരനല്ലേ. എൻ്റെ മരുവൾ MBBS പഠിക്കണേ. മാഷാ അല്ലാ, തന്നെ എന്നെക്കാളേറെ വിവരം ഉണ്ടാവുമല്ലോ. ആദ്യം MBBS പിന്നല്ലേ ഗൈനക്കോളജിസ്റ്റൊക്കെ പഠിക്കുക. എന്തൊക്കെ തന്നെയായാലും കുട്ടിയെ കാൽമ നീരുണ്ടല്ലേ ചെറുതായിട്ട്. റുക്കിയാത്ത നുസൈബയുടെ കാലിൽ പതുക്കെ ഒന്ന് തൊട്ട് നോക്കി. കുഴപ്പമൊന്നുമില്ല. കാലിനൊൾക്ക് ചെറിയൊരു കൊളട്ടിപ്പൊടി ഉണ്ട്. അതൊക്കെ എടുക്കാനായില്ലേ. എന്നപ്പോൾ ഡേറ്റ് പറഞ്ഞത്? ഈ മാസം ലാസ്റ്റ്. അവിടേക്കൊന്നും തെത്തൂല കേട്ടോ. അവളുടെ വയറ് നോക്കിയിട്ടാണ് അത് റുക്കിയാത്ത പറഞ്ഞത്. എടി ജോളം നോക്കാം, എനിക്കറിയാലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞ ഒരു നിമിഷം നുസൈബക്ക് ആകെ നാണമായി പോയി. റബ്ബേ, എൻ്റെ പൊന്നാര നുസിയെ, എല്ലാവരും കുട്ടികളിൻ്റെ ഷമ്മാസിനെ വരെ എടുത്താണത്. ഷമ്മാസിനെ കുളിപ്പിച്ചതും ഷമ്മാസിനെ എണ്ണ തേച്ച് കാണ്ട് കുളിപ്പിച്ചതും ഒക്കെ തന്നെയാണ്. ഷമ്മാസിനെ എടുത്തതും ഒക്കെ മക്കളൊക്കെ കാര്യമായിട്ട് എല്ലാം എൻ്റെ കൈക്കാണ് പെറ്റ് വീണിക്കണത്. നിങ്ങൾക്കൊന്നും നമ്മളപ്പോൾ പറ്റായല്ലേ. അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നുസൈബക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി റുക്കിയാത്താനെ കണ്ടപ്പോൾ. അപ്പോഴേക്കും സമീറ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. പഴുത്ത പഴം ഉണ്ടായിരുന്നു. അവൾ അത് വേഗം പൊരിച്ചെടുത്തു. ഇത് കുടിച്ചോളി. ചായയും കടിയൊക്കെ ഉണ്ടാക്കുക? അല്ലടി, ഇതിപ്പോൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് താത്ത ഇപ്പം തൽക്കാലം അവളിവിടെ ജോലിക്കോ? ഇത്രയും ചുരുക്കുള്ള പെണ്ണോ? ഇജ്ജ് പോവിടുന്ന്. എൻ്റെ അഞ്ചത്തിൻ്റെ മോളല്ലത്. പൊന്നാരൻ്റെ റുക്കിയാത്ത, ഒരിക്കലും അല്ല. അഞ്ചത്തിൻ്റെ മോളെന്നല്ലത്. അത് ജോലിക്കെന്ന് കരുതി വന്നതാണ്. സത്യം പറയാ, നല്ല ഉള്ളവരടുത്ത കുട്ടീനെ പോലെ ഉണ്ടല്ലോ. നല്ല നാറും തടിയും ചൊറുക്കൊക്കെ ഉണ്ടല്ലോടി. എങ്ങനെ ഇപ്പോൾ ഇത്ര ചൊറുക്കിൽ എനിക്ക് പണിക്കാരത്തിയെ കിട്ടിയത്? എൻ്റെ പൊന്നാർ റുക്കിയ, പണിക്കാരത്തി എന്നുള്ള ഇതിലൊന്നല്ല. അങ്ങനെ നമുക്കണ്ട് കിട്ടി. അപ്പോൾ ഇവിടെ നിർത്തി. അതന്നെ. ഏതായാലും എനിക്കൊരാളായടി. ഒരാളില്ല ഞാൻ പറ്റൂലല്ലോ. മറ്റോൻ്റെ പെണ്ണുങ്ങൾ ഗൾഫിൽ പോയിക്കണെന്ന് പറഞ്ഞിട്ടു. മറ്റോള് പോയില്ലേ ഫസീല? ഒക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ ഇവിടെ നാടല്ലേ, എന്തെങ്കിലും ചെറിയൊരു ചൂന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങാന്ന് പറഞ്ഞു കൊടുക്കണ നാടല്ലേ. അപ്പോൾ എല്ലാ വിവരം പെട്ടെന്ന് ഫ്ലാഷ് ആവുമല്ലോ. ഏതായാലും ഇവിടെ ഈ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ. എടിയെ, മോളെ പേരെന്താ? എൻ്റെ പേര് സമീറ. മോൾക്ക് ആരൊക്കെയുണ്ട്? മക്കളുണ്ടോ? എത്ര കുട്ടികളാ? ഒരു നിമിഷം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സമീറയുടെ മുഖം വാടി. അത് താത്തേ, മക്കളൊന്നുമില്ല. അത് സാറില്ല. അല്ലടി, എൻ്റെ പുതിയാപ്ല. അത് കേട്ടപ്പോൾ അവളുടെ മുഖമൊന്ന് വാടി. അല്ലേ, ഞാൻ ചോദിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോൾ പുതിയാപ്ല. മോളെ ബുദ്ധിമുട്ടാണ് പറയണ്ട. നമ്മളിതിങ്ങനെ കാണുമ്പോൾ എന്തേ ചോദിക്കാൻ വർത്താനം അറിയാന്നുള്ളത്. ഇപ്പൊക്കെ ഇല്ലടി? ഇല്ല, എനിക്ക് ആരുമില്ല. അത് ശരി. അത് സാരമില്ല. ഏതായാലും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആയുഷ്യം എനിക്കൊക്കെ അറിയണമല്ലേ. അവൾക്ക് പണ്ടേ അങ്ങനെ. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ എത്തിയുമായ കുട്ടികളേനു. ആ കുട്ടികളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എന്നാൽ പിന്നെ ഓൾ എനിക്ക് അരിയായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ തരും. പിന്നെ എവിടുന്നതിനെ കുളിപ്പിച്ചാൻ കിട്ടണതും ഈ പ്രസവം എടുക്കണമല്ല എനിക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ അന്നൊരു കണക്കാക്കിയുള്ളതല്ലേ. എത്ര ആയാലും അങ്ങോട്ട് തേഞ്ഞ് കിട്ടൂല. എന്നാലും ഓൾ എനിക്ക് കണ്ടറിഞ്ഞ് തരും. കൊല്ലത്തിൽ ഞാൻ വരും ചെയ്യും. ഇപ്പോൾ കുറച്ച് കഴിക്കണ് വന്നിട്ട്. എന്നോട് എൻ്റെ മോൻ പറയും, നിങ്ങൾ ഞാൻ ഉടുക്കും പോകണ്ട. ഓനവിടെ അങ്ങാടിയിൽ ബാർബർ ഷോപ്പ് ഇട്ടിക്കണ്. നിങ്ങളൊരു സ്ഥലത്തേക്കും പോകണ്ട, നിങ്ങൾക്ക് വേണ്ടിയത് ഞാൻ കൊടുന്നിരുന്നാലും ഒത്താച്ചയാക്കുള്ളൊരു ഓരി അങ്ങനെ കിട്ടും. ഇറച്ചിയായിട്ടും അരിയായിട്ടും തേങ്ങക്കായിട്ടും അങ്ങനെ കിട്ടും. അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. മോളെ നുസൈബ. ഉമ്മ അതാ നുസൈബയെ വിളിക്കുന്നു. ഉമ്മ. മോളെ, ഇവിടെ പണ്ടക്കും മണ്ടയുള്ള ഒത്താച്ചയാണത്. ഉമ്മാൻ്റെ കുട്ടീനൊന്ന് പരിശോധിച്ചോട്ടെ കേട്ടാ. അതെന്താന്നോ, ഓൽക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം, എന്താ ഏതാന്നൊക്കെ.
ഓൾക്ക് എന്ന് വെച്ചാൽ ഡോക്ടർമാർ ഇതേപോലെ തന്നെ അല്ലേ, ഓല അതിനും എത്രയും മുമ്പ് ഓളൊക്കെ പഠിച്ച് പ്രസവം എടുക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കോട്ടെ, എന്താ മട്ടെന്ന് അറിയാലോ, കാൽമലൊക്കെ നീരും വന്നിക്കണം, കൊളത്തിപ്പൊടിയൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പം ഇനിയിപ്പോൾ പെട്ടെന്നിട്ട് ഉണ്ടാകുകയാണെങ്കിലൊക്കെ ഓൾക്ക് അറിയാം. നുസൈബക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഇത് തോന്നി. എടി ഒരു പേടിയും പേടിക്കണ്ട, നാണിക്കും വേണ്ട. കാരണം ഓലെന്നെ എന്നെ ഞാൻ കുളിപ്പിക്കാനുള്ള തന്നെയല്ലേ. ഇനിയിപ്പോൾ പാർപ്പേരത്തിനെ വേറെ നിർത്തിയാൽ ഓൽക്കൊന്നാ ഒഴിഞ്ഞു കുളിപ്പിച്ചാലറിയില്ല. ഓലിങ്ങനെ വെച്ചുണ്ടാക്കും. ഓൽക്ക് ഞമ്മക്ക് 2 മുട്ട ഒഴിങ്ങുകയാണെങ്കിൽ ഓൽക്ക് 2 മുട്ട, ഹോർലിക്സ് ആണെങ്കിൽ ഓൽക്കും വേണം ഞമ്മക്കും വേണം, എല്ലാം അങ്ങനെ കണക്കാക്കി ചെയ്യണവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കുളിപ്പിച്ചാൽ എപ്പോഴും ഒത്താച്ചയാളെ തന്നെ വിളിച്ചണം, അതാണ് എനിക്ക് ഇഷ്ടമുള്ളൂ. ഓലാമ്മ നല്ലോ ഒഴിഞ്ഞാട് കുളിപ്പിച്ചു. അത് തള്ളനെയും കുട്ടിനെയും 40 ദിവസം അത് ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. പാർപ്പരുത്തിയാൾ വേറെ പണിയെടുക്കാൻ എടുത്തോട്ടെ, ഇപ്പം പിന്നെ ഞമ്മക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സമീറ ഉണ്ട്, ഓൾ ലേത്തിന് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഞാനും ഇല്ലേ. പിന്നെ അത്രയൊക്കെ തന്നെ അല്ലേ. പിന്നെ നമ്മൾ കുളിപ്പിച്ചാനും കുട്ടിനെ കുളിപ്പിച്ചാനും ഇവളെ വിളിക്കാം. പക്ഷെ എന്നാലും ഇവിടെ ഒരു മണ്ണാത്തി വരാണ്ട്, ഓൾക്ക് അതിൻ്റെ കണക്ക് കിട്ടണം. കാരണം ഓല് വന്നുകാണ്ട് എത്ര ഒത്താച്ചിനും പെരുന്നാത്തിനും ആരെ നിർത്തുകയാണെങ്കിലും ഈ മണ്ണാത്തി വന്നുകാണ്ട് എന്താട്ടും എനിക്കുള്ള ഇങ്ങോട്ട് തെരി അറിഞ്ഞാണ്ട് ഓല് കുട്ടിൻ്റെ ശീല കഷ്ണങ്ങളൊക്കെ തിരുമ്പാൻ കൊണ്ടുപോലും അതൊരു പൂതിയാണ്. അത് പണ്ടേ ഇവിടെ ശീലമായി തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ആയിക്കോട്ടെ വന്നോട്ടെ, ഒന്നും ആരും വെറുപ്പിക്കണ്ട, അതേ എനിക്ക് പറയാനുള്ളത്. മോളെ അപ്പോൾ ഒന്നാണ് ചെന്നാളേ. നുസൈബ റൂമിലേക്ക് ചെന്നു. റുക്കിയാത്ത അത് അങ്ങോട്ട്, മോളെ നുസിയെ ഒന്നുണ്ട് ചെന്നാളേ. നുസൈബത അങ്ങോട്ട് ചെല്ലുന്നു. എന്നാൽ അപ്പോഴേക്കും പുറത്ത് ഒരു മുട്ട് കേൾക്കുന്നു. ഐഷത്ത, ഐഷത്ത, ആരാ റബ്ബേ അത്? സമീറ അവിടേക്ക് പോയി. മോളെ വാതിലും തുറന്നു കൊടുത്താണേ. ഉമ്മ, ആരാവല്ലേ? വീണ്ടും ശക്തമായി അതാ മുട്ടുന്നു. ഐഷത്ത, ആരാ? ഒരു നിമിഷം സമീറയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അത് മറ്റാരുമായിരുന്നില്ല, ഷെറീനയായിരുന്നു. എന്താടി? ഐഷത്താന്ന് വിളിച്ചപ്പോൾ ഈയാണോ ഇറങ്ങി വന്നത്? ഈയാണോ ഐഷത്ത? എന്നാരെ വിളിച്ചത്? ദേഷ്യത്തോടെ തൻ്റെ നാത്തൂൻ്റെ പെരുമാറ്റം കണ്ട് ഒരു നിമിഷം, താത്തേ ഞാൻ ഐഷത്താനെ വിളിച്ചത്. വേലക്കാരത്തികളൊന്നും ഇവിടെ വാതിൽ തുറന്നു കൊടുക്കാൻ വരുന്നില്ല. മോളെ സെമിയെ, ആരാടി അത്? ഉമ്മ, അത് ഇത്താത്തയാണ്. ഷെറീന. ജെയിനു. എന്തേ ഷെറീന വന്നത്? താത്തേ, എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. എന്തോ ഒരു പ്രശ്നത്തിന് ഷെറീന വരുന്ന പോലെയാണ് ഉമ്മാക്ക് തോന്നിയത്. പൊന്നാര താത്ത, നിങ്ങളോട് കുറച്ച് വർത്താനം പറയാണ്ട്, അതിന് വേണ്ടി വന്നാണ് ഞാൻ. നിങ്ങൾ ചതിക്കപ്പെടരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളോട് മനസ്സിൽ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളോട് പിന്നെയും വന്ന് പറയണത്. എന്തേടി? ഒന്നുമല്ല, എനിക്ക് നിങ്ങളൊന്ന് ഒഴിഞ്ഞ് കാണണം. എൻ്റെ മനസ്സത്തെ ഇടങ്ങാറും വേദന കൊണ്ട് ഞാൻ പറയണം, ഒന്ന് ഒഴിഞ്ഞ് കാണണം നിങ്ങളെ. കാരണം നിങ്ങളോട് എനിക്ക് അത്രക്കും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ ഒരു വാക്ക് നിങ്ങൾ കേൾക്കണം. പിന്നെ അയ്യടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ പെട്ട് കിടക്കണം, വല്ലാത്തൊരു കുടുക്കിലാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇതൊന്ന് കേൾക്കണം. അതിന് നിങ്ങൾ കുറച്ച് സമയം തരണം. സമീറ പതുക്കെ അത് കേൾക്കുന്നു. പഠിച്ചോൻ എന്തൊക്കെ റബ്ബെ പ്രശ്നം ഉണ്ടാക്കണേ റഹ്മാനെ. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നിനും നിന്നിട്ടുമില്ല. അന്ന് മുതൽ ഇവിടെ നിന്ന് നിൽക്കുക റബ്ബെ, ഒരാളത്തിന് ഞാൻ പോലും ഒന്നിനുമില്ല റബ്ബെ. സമീറ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുടച്ചുകൊണ്ട് വന്നു. എന്തിനടിച്ച് പാളി വെക്കണത്? ഇജ്ജിപ്പോൾ എന്തിനാ? ഞാൻ ഐഷത്താൻ ഒഴിച്ചപ്പോൾ ഇജ്ജെന്തിനാ? ഷെറീന, ഇവള് ഈ വീട്ടിൽ നിൽക്കണാണ്. ഇജ്ജ് ഓളെ ഇപ്പോൾ ചീത്തരാൻ പാടില്ല. എൻ്റെ നാത്തൂനൊക്കെ തന്നെ കാര്യം ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാക്കലുകൊണ്ടൊക്കെ കുട്ടി ഇറങ്ങി പോന്നാണോള്, അല്ല ഇറക്കി വിട്ടാന്നാണ് പറഞ്ഞത്. പിന്നെ ഇജ്ജ് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ആ കുട്ടീനെ ഇജ്ജ് ഇടങ്ങാറാക്കണ്? കുട്ടി താത്ത, നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോളി. നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തന്നില്ല, നിങ്ങൾക്ക് വലിയ നഷ്ടക്കാരം, നോക്കിക്കോളി. അത് പറഞ്ഞുകൊണ്ട് ഷെറീന അതാ തിരിഞ്ഞു നടക്കുന്നു. ഏതാ ഓൾക്ക് എന്തിൻ്റെ കേടാ? എന്നാൽ സമീറ കരയുകയായിരുന്നു. മോളെ, ഈ കരയണ്ട, അന്നെ ഓല് ഇടങ്ങാറാക്കും. ഈ അങ്ങോട്ട് പോവും വേണ്ട. ഓലെന്നെ വിളിക്കാനൊക്കെ വരും കേട്ടോ. അതൊന്നും ഈ മെയിൻ ചെയ്യണ്ട. എനിക്ക് ഇവിടെ ഉള്ളത് തിന്ന് കുടിച്ച് ഇവിടെ കയ്യേ ഞമ്മക്ക്. അന്നെ ആരും ഇടങ്ങാറാക്കാനും ബുദ്ധിമുട്ടാക്കാനും വരൂല. ഉമ്മ, ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകണില്ല ഉമ്മ, എനിക്ക് പേടിയാണ്. കാരണം അവരെല്ലാവരും എന്നെ
ഇത് കണ്ടില്ലേ ഇവിടെ. അവൾ നാസർ അടിച്ച പാടുകളെല്ലാം ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു. ഉമ്മ, ഞാൻ എന്തിൻ്റെ പേരിലാണ് ഉമ്മ അങ്ങോട്ട് പോകുന്നത്? എനിക്കിപ്പോൾ എന്താ അവിടെ നിന്ന് കിട്ടുക? മക്കളാണെങ്കിൽ അതില്ല. പിന്നെ വീട്ടിലത്തെ ജോലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരു തുള്ളി എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ചെല്ലുമ്പോഴത്തേന് അതൊക്കെ ഓല് ഒന്നെങ്കിൽ തിന്നയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇടും. അങ്ങനെ ഉമ്മ എന്നെ കടുപ്പം കാട്ടും. ഉമ്മ, നാസർ ഖാൻ്റെ കൂടെ കിടക്കാൻ പോലും എനിക്ക് അവകാശമില്ല ഇപ്പോൾ അവിടെ. ഞാൻ എന്തിനാ ഉമ്മ പോണത്? മോളെ, അത് സാരമില്ല. എന്നാൽ ഈ സമയമായപ്പോൾ അതാ റുക്കിയാത്ത റൂമിൽ നിന്നിറങ്ങി. ഐഷോ, ആ എന്തായി റുക്കിയ? ഐഷോ, എടി കുട്ടി ഇറങ്ങിക്കണല്ലോ. മാഷാ അല്ലാ, തന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഒക്കെ ശരിയാണ്, ഒക്കെ കറക്റ്റാണ്. ഓളതാ ഈ ഒരു മാസം ലാസ്റ്റിക്ക് ഒരു 10-15 ദിവസം ഉണ്ടാവും തോന്നുന്നില്ല. അതിനുള്ളിൽ തന്നെ മിക്കവാറും ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാവും. ഇന്നൊരു വിളിച്ചേണ്ടി. എന്ത് തുടങ്ങുകയാണെങ്കിലും ഇന്നൊന്ന് വിളിച്ചണം. ആശുപത്രിക്ക് പോണോ പോണ്ടെന്നുള്ളത് ഞാനാണ് പറഞ്ഞു തരണ്ട്. റുക്കിയ, അതിപ്പോൾ ഈ കാലത്ത് പോകാൻ ആയിക്കോട്ടെ, ഇതിനെ വിളിച്ചാൽ മതി. എന്തെങ്കിലും ചെറിയ ഒരു ഇത് അവൾക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഊരമ്മക്കൂടെ ഒരു വേനൽക്കാരം, അല്ലെങ്കിൽ ഒരു കൊളത്തിപ്പൊടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ ഇന്നൊന്ന് നിൽക്കണം. എന്നെ വിളിക്കാതെ ഇജ് പോവരുത്. ഐഷോ, എന്നോട് എനിക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇജ് ഒന്ന് ഇതിന് നിൽക്കണം. എന്തേ എനിക്കിജ് പറയാൻ പറ്റുമോ പറ്റൂലെങ്കിൽ പറയും. പൊന്നാറൊക്കെയ ഈ ഒരു കാലത്ത് ഒരു കാലുമില്ല. പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു നൽകണതാണ്. അതിപ്പോൾ പഴയ കാലത്തൊക്കെ ആശുപത്രി ഉണ്ടായിട്ട് കഴിഞ്ഞാലും പ്രസവത്തിന് വേണ്ടി ഒരിക്കലും അല്ല. പ്രസവിക്കാനുള്ള കരുത്ത് പഠിച്ച് നൽകുന്നതൊക്കെ അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. അതിനുള്ള ശേഷിയും കരുത്തും പഠിച്ച റബ്ബ് അപ്പം നമുക്ക് നൽകും. ആ അങ്ങനെ തന്നെയാണ്. അത് ഇപ്പം നമ്മളൊരു അസുഖമാക്കി മാറ്റിക്കല്ലോ പ്രസവം എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോൾ എങ്ങനെ എത്ര ഈ കണ്ട ജനങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെ ആശുപത്രി ഉണ്ടായിട്ടേനോ ഇല്ല. ഇതൊക്കെ ഇപ്പോൾ എത്ര വർഷമായിക്കണ് ഇപ്പോൾ ആശുപത്രി പോക്ക് തുടങ്ങിയിരിക്കണ്. ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു 100 കൊല്ലം ആര് പോണ്? ആരും പോയിട്ടില്ല. പലരും ഇത്രയും ഈ കണ്ട ജനങ്ങൾ മുഴുവനും അധികം വീട്ടിൽ നിന്ന് പ്രസവിച്ച ആളുകൾ തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ തലമുറല്ലേ ഇങ്ങനെ ഉള്ളത്. എന്നിട്ടിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്തായാലും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയായാലും ഇന്നൊന്ന് വിളിച്ചണം. അതേ എനിക്ക് പറയാനുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ കാണൂല, നമ്മൾ തെറ്റും. പൊന്നാർ റുക്കിയ, ഇജ് എന്തൊക്കെയാണ് പറയണത്? എൻ്റെ ഐഷുമ്മ, നിങ്ങളൊക്കെ എൻ്റെ എത്രണ്ണത്തിന് ഞാൻ എടുത്തിക്കണ്? ഇവിടെ ആരെ ചുറ്റുഭാഗത്തൊക്കെ എൻ്റെ കൈ കൊണ്ട് എടുത്തത് തന്നെയാണ്. ഇജ് ഒരു പേടിയും പേടിച്ചണ്ട. എന്തൊക്കെ തന്നെയാലും എൻ്റെ മരുവൾക്ക് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാ, റാഹത്താണ്. എല്ലാം നല്ല മട്ടത്തിലാണ്. കുട്ടിൻ്റെ കിടപ്പും ഒക്കെ ഞാൻ നല്ല മട്ടത്തിൽ പരിശോധിച്ചു. ഒരു കുഴപ്പമില്ല ഓൾക്ക്. എന്തേ? റുക്കിയാത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഉമ്മക്ക് സമാധാനമായി. റുക്കിയ, ഇജ് ദോർക്ക്. ആ, ഞാൻ ദോർക്കുന്നുണ്ട്. ഞാൻ ദോർക്കൽ മാത്രമല്ല, പ്രാർത്ഥനയും പ്രവൃത്തിയാണ് എനിക്കുള്ളത്. വെറും തോർന്നൊരു കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിഞ്ഞ് ചെയ്യണ്ടേ? എന്നാൽ ഞാൻ ഇറങ്ങട്ടെടി, ഇപ്പം നേരമില്ല. റുക്കിയ, എന്നാ. ഉമ്മ അപ്പോഴേക്കും സമീറ പൊളിച്ചു വെച്ച 4 തേങ്ങയും കുറച്ച് അരിയും കുറച്ച് പൈസയും എടുത്ത് റുക്കിയാത്താനെ നേരെ നീട്ടി. ഇന്ന് റുക്കിയ, ഇതാണ് കൊണ്ടേക്കോ. അതിനൊക്കെ ഞാൻ വരാം, ഇപ്പം ആണെന്നില്ല. അല്ല, ഇതാണ് കൊണ്ടേക്കപ്പോൾ. സത്യം പറഞ്ഞ ഉമ്മാക്ക് സന്തോഷമാണായത്. അത് കുട്ടി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇനി അയ്യാത്ത ദിവസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അത് കേൾക്കുമ്പോൾ ഒരു പൂതിയാണ്. കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാലോ ഓപ്പറേഷൻ. അതേ കാര്യം ഡോക്ടർമാർ പറയലേ. ഇതിപ്പോൾ പഠിച്ചവനെ കഴിച്ചിലേക്കെന്ന് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാ റബ്ബേ. സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ മനസ്സിൽ സന്തോഷവും സമാധാനം എന്തൊക്കെയോ വരികയാണ്. റബ്ബേ, ഒന്ന് കഴിഞ്ഞ് കിട്ടുവോളം എനിക്കൊരു സമാധാനവും ഇല്ല റബ്ബേ. നുസിയെ, അവൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഉമ്മ, അതാണിടി നമ്മളെ പഴയ ഡോക്ടർ. ആ ഡോക്ടർ ഇപ്പം ആർക്കും പറ്റൂല, അപ്പം ആർക്കും കണ്ടുകൂടാ അങ്ങനത്തെ ഡോക്ടറിനെ. കാരണം എന്താ, എല്ലാവരും ആശുപത്രിക്ക് പോവുക, മരുന്ന് വെക്കുക, പ്രസവം, തുന്നൽ, അത് പറ്റിയില്ലെങ്കിൽ ഓപ്പറേഷൻ, കുറച്ചും കൂടി കാത്തുക്കുക, അപ്പോൾ അതിന് ഓപ്പറേഷൻ. അങ്ങനെ കുറേ തടിയാണ്ട് കേട് വരില്ലേ. ഉമ്മ, നല്ലൊരു താത്തല്ലേ? ആ മോളെ, അതന്നെ അല്ലായിരുന്നു ഉമ്മാൻ്റെയൊക്കെ ഡോക്ടർ. എൻ്റെ ഷമ്മാസിനൊക്കെ എത്ര എളുപ്പം കൊണ്ട് ഓരോന്നോളിങ്ങനെ പറയും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്നും കിട്ട് ആടി നടന്നാൽ മതി. എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണുമ്പോൾ വിളിക്കാൻ പറഞ്ഞിരിക്കണ്. ഉമ്മ, സത്യമായിട്ടും എനിക്ക് ആ താത്താനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷ സമാധാനമാണ് തോന്നുന്നുണ്ട്.
മോളെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഏതായാലും ഉമ്മാൻ്റെ കുട്ടി റാഹത്തോടു കൂടി ഒക്കെ കഴിയട്ടെ. എവിടുന്നാണെങ്കിലും പ്രസവിക്കണം നമ്മൾ തന്നെയല്ലേ. അത് പെരിയിൽ നിന്നാണെങ്കിലും ആശുപത്രിയിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ പ്രസവിക്കണം. സിസ്റ്റർമാരൊക്കെ കൂടി അവസാനമായിട്ടൊരു പിടിച്ച് നെക്കി ഇതാക്കലുണ്ട്. ഓ അതാണ് ആലോചിച്ചാൻ വയ്ക്കാത്തത്. ഓ എൻ്റെ റബ്ബേ, അങ്ങനെയാണ് പലതും സംഭവിക്കുക. ഇടങ്ങാറാക്കി ചെന്നേക്ക് മരുന്നണ്ട് വെക്കും. ഈ മരുന്നണ്ട് വെച്ചാൽ ഇല്ല, കുട്ടി ആയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവുള്ളൂ. ആ കുട്ടിനെ അനങ്ങാതെ കിടക്കുന്ന ആ കുട്ടിനെ അനക്കി ഇങ്ങോട്ട് ഇളക്കി ഇളക്കി എടുക്കുക. വേദന ആണെങ്കിലോ പൊട്ടി പൊളിണ വേദന. സാധാരണ പ്രസവ വേദന മരുന്ന് വെച്ച വേദനയും മാറ്റം ഉണ്ടാവും. മരുന്ന് വെച്ച വേദന പൊട്ടി പൊളിണ വേദന. സാധാരണ പ്രസവ വേദന നോർമൽ, അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂടി 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 അങ്ങനെ രണ്ടും മാറ്റമുണ്ട്. ആ എന്തായാലും ഓൽക്കോലെ പണി വെച്ചാൽ വേണ്ടി വേഗം പരിപാടി വെച്ചാൽ വേണ്ടി അങ്ങനെ കാട്ടും. മറ്റേത് പറഞ്ഞാൽ പെരിയെന്ന് ആക്കും പോലെ അങ്ങനെ വന്ന് 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 എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എൻ്റെ സാജിൻ്റെ ആ പ്രസവം. ഓ എൻ്റെ റബ്ബേ, ആ ഡോക്ടറുടെ കാര്യം റഹ്മാനെ. അന്ന് ഡോക്ടർ പറഞ്ഞു എന്താ വേണ്ടത്, ഓപ്പറേഷൻ വേണം പ്രസവം വേണം. അപ്പോൾ കുട്ടികൾക്ക് പ്രസവം ആണെന്നുള്ള ഇതാണ്. എന്നാലേ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ പ്രസവ വേദന ഉണ്ടായിട്ട് നമ്മൾ പ്രസവിക്കും അതുപോലെ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞു. 8 ദിവസത്തോളം ഞങ്ങൾ ആശുപത്രിയിൽ അവിടെ നിന്നു. അപ്പോൾ എന്താ ഇതിങ്ങനെ മരുന്ന് വെക്കൂല, മരുന്ന് വെക്കാൻ പറ്റണില്ല, മരുന്ന് വെക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പണ്ട് പെരിയുന്നുണ്ടാണെ പോലെ അങ്ങനെ കുറച്ചിച്ച് വേദന ഇങ്ങനെ ഗർഭപാത്രം തുറന്ന് വന്ന് എന്തൊക്കെ തന്നെയായാലും സുഖപ്രസവം അൽഹംദുലില്ലാ മാഷാ അല്ലാ അങ്ങനായി. അങ്ങനെയുണ്ട് ഡോക്ടർമാർട്ടോ മധുരഞ്ജിനി അതിൻ്റെ പേര്. എനിക്കിപ്പോഴും പേര് പോലെ തന്നെ എൻ്റെ സ്വഭാവം എന്തോ ഒരു പുഞ്ചിരിച്ച വർത്താനാണോ, ഒരു കുരച്ചാടലും ഇല്ല. നല്ലൊരു ഡോക്ടറായിരുന്നു. അതൊക്കെ എവിടെയാണാവും. അപ്പോൾ എന്നാലും എൻ്റെ കുട്ടി പെരിയെന്ന് പ്രസവിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല മട്ടത്തിന് പ്രസവിച്ചില്ലേ. അതാണ് പറയണത്. അങ്ങനെയുണ്ട്. ചിലവർക്കാണ് 2 മണിക്കൂർ കൊണ്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ മരുന്നും വെച്ച് പിന്നെ ഓപ്പറേഷൻ ആയി. പിന്നെ കുട്ടിക്ക് എന്താ പറയുക ശ്വാസം ഇല്ലാതായി. അങ്ങോട്ട് വേണ്ടി മെഡിക്കൽ കോളേജ് മിംസ്ക്ക് കുറേ പൈസ പൊട്ടിച്ചണം അതിന് വേണ്ടി. എന്തൊക്കെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയതാണ് നമ്മളെ കുഞ്ഞിനെ. അപ്പം നമ്മൾ അള്ളാഹു നൽകിയ ആ ഒരു മാർഗത്തിൽ കൂടി തന്നെ നമ്മൾ പ്രസവിക്കാൻ വേണ്ടി നോക്കണം. അല്ലാതെ വണ്ടി ഓപ്പറേഷൻ ചെയ്തെടുക്കരുത്. പ്രസവ വേദന കുറച്ചൊക്കെ റിസ്ക് ഒക്കെ ഉണ്ടാവും. എന്നാലൊരു കുട്ടീനെ കിട്ടുമ്പോൾ അതൊക്കെ മറക്കൂലേ. എല്ലാ പെറ്റോൽക്കും അതറിയാം. ആദ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ആ കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ നമ്മളെല്ലാം മറന്നു. ഇതാണ് സ്ഥിതി. ഏതായാലും അള്ളാഹു കാക്കട്ടെ എൻ്റെ കുട്ടീനെ. ഒന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല പറഞ്ഞേക്കണം. ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ശരീരം ആടി അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ റുക്കിയാത്ത പോണീന് മുമ്പ് ഇതാ കുറച്ച് പൂവാങ്കുറിഞ്ഞ് ഇതൊക്കെ ഇവിടെ പറിച്ച് വെച്ചേക്കണം. ഇതൊന്ന് കഷായം വെച്ചുകാണ്ടേ ഒന്ന് തിളപ്പിച്ച് കുടിച്ചാൽ നീരൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് 1-2 ഇല അതാ പറിച്ച് വെച്ചേക്കണ്. അത് തൊടുവ് കൂടെ നടന്നുകാണ്ട് അത് ഇങ്ങനെ കഷായം വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചാൽ പറഞ്ഞു. അങ്ങനെ ഒരു നീരൊക്കെ പോയിക്കാണൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട്. ഉമ്മ അത് നല്ല ചികിത്സയും ചെയ്യും മോളെ. ചികിത്സ നല്ലത്. അങ്ങനെ പ്രസവത്തിൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ അതിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഉണ്ട്. എന്തൊക്കെ തന്നെയാലും നുസൈബയുടെ പ്രസവം അടുത്തു എന്നറിഞ്ഞപ്പോൾ ഐഷമിയുടെ മനസ്സിൽ സന്തോഷമുണ്ട്, പേടിയുണ്ട്, ബേജാറുമുണ്ട്. ആ ഉമ്മ ഒരു നിമിഷം ദുആ ചെയ്തു, പഠിച്ചവനെ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ ഷാമോൻ്റെ കുട്ടിയൊന്ന് കണ്ടു കിട്ടിയെങ്കിൽ റബ്ബേ. സത്യം പറഞ്ഞാൽ ഐഷമ്യക്ക് എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല. നുസൈബയെ എങ്ങനെയൊക്കെ കൊഞ്ചിക്കണ അറിയില്ല. കുട്ടി എൻ്റെ റബ്ബേ. സത്യം പറഞ്ഞാൽ നുസൈബയുടെ വയറാണെങ്കിൽ നല്ലോണം ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതെ, ഇന്നോ നാളെ വിചാരിച്ച് നിൽക്കുകയാണ്. ശരിക്കും അവളുടെ നടത്തത്തിലും ഒക്കെ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് വരുന്നു. ഉമ്മ മോനെ. എന്തോ ഉമ്മ? നുസി മോനെ, റുക്കിയാത്ത വന്നീനോ? വന്നുമ്മോ. എന്തു പറഞ്ഞു? മോനെ കുട്ടിയൊക്കെ ഇറങ്ങിക്കണ്, പ്രസവപ്പം അടുത്തന്നെ ഉണ്ടാവും, അധികം വൈകേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കണ്, എന്തുണ്ടാകണമെങ്കിലും ഇന്നൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞേക്കണ്. സത്യം പറഞ്ഞ ഷമ്മാസിനത് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരു നിമിഷം ഷമ്മാസ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. റഹ്മാനെ അൽഹംദുലില്ലാ, എല്ലാം റാഹത്താക്കി തരണേ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ഹൃദയം പൊട്ടി ദുആ ചെയ്തു, നുസൈബയെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.